ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ എവിടെയാണുള്ളതെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ. നമ്മളെ വീടിൻ്റെ അടുത്തുള്ള തൂണൂർ അമ്പലത്തിലാണുള്ളത്. അവിടെ എൻ്റെ പേരിലൊരു കരിങ്കലശം കഴിക്കാനുണ്ടായിരുന്നു. ഒരു വഴിപാടാണത്. അത് ചെയ്യാൻ വേണ്ടി നമ്മൾ വന്നതാണ്. നമ്മൾ രനീഷേട്ടൻ വരുന്ന സമയത്ത്, നാട്ടിലുണ്ടാകുന്ന സമയത്ത് എപ്പോഴും ഈ ഒരു വഴിപാട് ചെയ്യലുണ്ട്. ഓരോ തവണ അവർ നാട്ടിൽ വരുന്ന സമയത്തും എന്തെങ്കിലും നേർച്ചയുണ്ടാവും. എന്താണെന്നൊന്നും എന്നോട് പറയാറില്ല. ഈ പ്രാവശ്യം എൻ്റെ പേരിലാണ് കരിങ്കലശ വഴിപാടുള്ളത്. അപ്പോൾ അത് അവിടെ എത്തിയപ്പോഴാണ് എനിക്കറിയുന്നത് എൻ്റെ പേരിലാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ അത് ചെയ്യാൻ വേണ്ടി വന്ന് ഞാനും ജാനിയും റെസീറ്റ് ആക്കിയിട്ടുണ്ട്. അവളുടെ വക കുറച്ച് കുറച്ചൊരു നടത്തവും കാര്യങ്ങളൊക്കെയാണ്. പാവാടയും ബ്ലൗസൊക്കെ ഇട്ടതിൻ്റെ ഒരു ഇതാണ് കാണിക്കുന്നത്. ഇതാണ് അമ്പലം. ഇവിടെ വെച്ചാണ് കരിങ്കലശം ചെയ്യുന്നത്. കലശത്തറയാണത്. ഷോട്ട് സാധനമൊക്കെ വന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ അതിൻ്റെ അവിടെയുള്ളൊരു കടയുണ്ട്, അവിടുന്ന് സാധനം വാങ്ങിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയതായിരുന്നു. അവർ എരിവുള്ള മുട്ടായി വാങ്ങി കഴിച്ചിട്ട് എരിഞ്ഞിട്ട് ഹൃദയം രനീഷേട്ടനും കൂടി വരികയാണ്. ഇത് കണ്ടിട്ട് മുട്ടായി എന്ന് കേട്ടാൽ മതി, ജാനി പറയുന്നുണ്ട് എനിക്കും വേണമെന്ന്. അപ്പോൾ അത് കഴിച്ചിട്ട് എരിഞ്ഞപ്പോൾ എൻ്റെ മേലൊക്കെ വന്ന് തുടക്കുകയാണ്. പിന്നെ ഞാൻ ഇവരെവിടെ കൂട്ടി പോകുന്നുണ്ടെങ്കിലും ബാഗിൽ ഒരു ബോട്ടിൽ വെള്ളം കരുതും. കാരണം ഇവർക്ക് എപ്പോഴും ഒരു ദാഹമായിരിക്കും. അപ്പോൾ അങ്ങനെ മുട്ടായിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ജാനിക്ക് ഇത് അവിടെ നിന്നൊരു പൂവ് കിട്ടി. നിങ്ങൾക്കറിയാമോ ഇത് എന്ത് പൂവാണെന്ന്? എരഞ്ഞി മരത്തിലുണ്ടാകുന്ന പൂവാണ്, എരഞ്ഞി പൂവാണിത്. അപ്പോൾ പറയാണ് പണ്ട് ഇതുകൊണ്ട് മാല കോർത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ ജാനി അത് നല്ല സ്മെല്ലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് മണത്ത് നോക്കുകയാണ്. അത് കുറേ അവിടെ നിന്നൊക്കെ വീണതൊക്കെ പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പോകുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട്. ഹൃദയം അത് എനിക്കും വേണമെന്ന് പറഞ്ഞിട്ട് ഓനും പെറുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ തട്ടായിട്ട് ഒരു ഇരിപ്പിടം പോലെ ആക്കിയതാണ്. ഉത്സവത്തിൻ്റെ സമയത്തൊക്കെ നന്നായിട്ട് ആളുകളുണ്ടാവും. ആ സമയത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയതാണ്. ഇതാണ് എരഞ്ഞിപ്പൂവ്. നല്ല മണമുള്ള പൂവാണിത്. കാണാനും നല്ല ഭംഗിയുണ്ടാവും. നമ്മൾ തൊഴുതിട്ടുണ്ടായിരുന്നില്ല, അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടി പോവുകയാണ്. ഇതവിടെയുള്ള വലിയൊരു ആൽമരമാണ്. അവിടെ തന്നെ ആൽമരത്തിൻ്റെ ചോട്ട് പോകുമ്പോൾ നമുക്ക് നല്ലൊരു മനസ്സിന് നല്ലൊരു ഉണർവ് തോന്നും. അവിടെയും ഒരു വിളക്ക് വെച്ചിട്ടുണ്ട്, അവിടെയും പ്രാർത്ഥിക്കണം. ഇപ്പം ജാനിമോള് അവിടെയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, മേലോട്ടേക്ക് നോക്കുന്നുണ്ട് എരഞ്ഞി മരത്തിന്. അവിടെ ചുറ്റുവിളക്ക് തെളിയിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മളും കൂടെ അതിൽ ചേരുകയാണ്. കുറച്ച് വിളക്ക് തെളിയിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു ഇവിടുത്തെ ഉത്സവം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഭയങ്കര തിരക്കായിരിക്കും ഉത്സവത്തിൻ്റെ സമയത്തൊക്കെ. ഫെബ്രുവരി 2, 3 തീയതിയിലാണ് ഉണ്ടാവുക ഉത്സവം. 2, 3, 4 തീയതിയിലുണ്ടാവും. അപ്പം നമ്മളെ വീടിൻ്റെ മുന്നിൽ കൂടിയൊക്കെ താലപ്പൊലി വരവൊക്കെ ഉണ്ടായിരുന്നു. മുഴുവനായിട്ടും കത്തിച്ചില്ല, കുറേയൊക്കെ നമ്മൾ കത്തിച്ചു. വേറൊരു ഫാമിലിയും കൂടി ഉണ്ട്, അവരും കത്തിക്കുന്നുണ്ട്. തിരി തീർന്നപ്പോൾ വേറെ തിരിയെടുത്ത് വന്നതാണ്. അവർ രണ്ടുപേരും വീണ്ടും തിരി വാങ്ങിക്കാൻ വേണ്ടി അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. അപ്പോൾ വിളക്ക് വെക്കലൊക്കെ കഴിഞ്ഞ് ഞാനിത് കൈ കഴുകാൻ വേണ്ടി പോവാണ്. നല്ല എണ്ണയുണ്ട് കയ്യിൽ. അപ്പോൾ അവിടെ പൈപ്പും സോപ്പും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് നമ്മൾ. കഴിഞ്ഞ് വന്നിതാ കലശം നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറൊരു ഫാമിലീൻ്റെ കലശം ഉണ്ടായിരുന്നു. കഴിഞ്ഞ് അടുത്തത് എൻ്റെതാണ്. പിള്ളേരെ പിടിച്ചു വെച്ചിട്ടൊന്നും കിട്ടുന്നില്ല, അവർ ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നെന്താണെന്നറിയില്ല, തിരക്ക് കുറവായിരുന്നു. എല്ലാ ദിവസവും ഭയങ്കര തിരക്കായിരിക്കും. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ തേങ്ങ മുട്ടണം, അതിന് വേണ്ടി അങ്ങോട്ട് പോയിരിക്കുകയാണ്. കുറച്ച് ചടങ്ങുകളെല്ലാം ഉണ്ട്, എല്ലാ ചടങ്ങുകളൊന്നും ഇതിൽ കാണിക്കുന്നൊന്നുമില്ല. കുട്ടിച്ചാത്തൻ്റെ അമ്പലമാണിത്.
അങ്ങനെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് നമ്മുടെ പൂജയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരെ ഒരിക്കലും അടങ്ങി നിൽക്കുന്നില്ല, അങ്ങനെ ഓടിക്കളിയും നടന്നു കളിക്കലൊക്കെയാണ്. എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നുമില്ല, കാരണം ഇവരെ നോക്കണം. അപ്പോൾ നമ്മളെ പൂജയൊക്കെ കഴിഞ്ഞ് പ്രസാദവും കൊണ്ട് നമ്മൾ വീട്ടിലെത്തി മക്കൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കുന്നതാണ്. അവിലും പഴവും രണ്ടാൾക്കും ഇഷ്ടമാണ്. പിന്നെ അതിൽ കൽക്കണ്ടിയും പിന്നെ മുന്തിരിയും ഉണ്ടായിരുന്നു. അതൊക്കെ രണ്ടാൾക്കും വാരിക്കൊടുത്ത് നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ പൂജയുടെ ദിവസം.